രാഘവൻ, how are you? എന്തോ സുഖമാണോന്ന്? സുഖമാ. ഓർമ്മയുള്ളതുകൊണ്ട് ലഗേജ് വെച്ചില്ല. ഇപ്പൊ കേൾക്കാമോ? കേക്കാം നല്ലോണം കേക്കാം. ഓക്കെ, ഇതെന്റെ ഇന്റിമേറ്റ് ഫ്രണ്ട് ഷെയ്ഖ് അബ്ദുൾ റഷീദ്, ബിസിനസ് പാർട്ണർ കൂടിയാണ്. ഇത് മിസ്റ്റർ ബാലു, എന്റെ ഇവിടുത്തെ മാനേജറാണ്. കൈഫ് ബിൽഡിംഗ് അനഹബ് കോയ്സ്. ഇതിനോട് ബന്ധപ്പെട്ട് ഒരു ഫാം ഹൗസ് ഉണ്ടായിരുന്നല്ലോ, അതെവിടെയാണ്? അതെ, ഇവിടെ നിന്ന് ഒരു 5 കിലോമീറ്റർ അപ്പുറത്താണ് സാറേ. കൃഷിയൊക്കെ ധാരാളം ഉണ്ട്. ഗുഡ്. أنا يمشي. ഫദൽ അഖിൽ. لا لا الحين تأخير واجب. 6 മണിക്ക് മുന്നേ എത്തണ്ടല്ലേ? നിങ്ങൾ പൊയ്ക്കോളൂ ബാലു. ശരി സർ. പിന്നെ എന്റെ കാര്യങ്ങൾ നോക്കാൻ മിസ്റ്റർ രാഘവനോടുണ്ട്. ഏത് ഫോൺ കോൾ വന്നാലും ഡീറ്റെയിൽസ് അറിഞ്ഞ് വേണ്ടി വന്നാൽ മാത്രം എന്റെ സെൽ നമ്പർ കൊടുത്താൽ മതി. ശരി. പിന്നെ മാത്യുവിനോട് പറഞ്ഞിട്ട് എന്റെ 2 പഴയ വണ്ടി അവിടെ ഉണ്ട്, അതിങ്ങോട്ട് അയക്കാൻ പറയണം. ഓക്കെ സർ. പിന്നെ ഇദ്ദേഹത്തിന് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. ഓക്കെ? زين يا إسحاق إن شاء الله بنشوف مرة ثانية. إن شاء الله. വന്നാട്ടെ. അല്ല മുതലാളി, ഈ അറബിയും ചികിത്സയ്ക്ക് വന്നാണോ? ഏയ്, നമ്മുടെ ഈ നാട് മുഴുവൻ ചുറ്റിക്കറങ്ങി കാണാമെന്നാ. അല്ല, നടക്കുമ്പോഴുള്ള ഈ ബുദ്ധിമുട്ടേ ചെറുപ്പത്തിൽ ഉള്ളതാണോ? നോ, ഒരു കാർ ആക്സിഡന്റ് പറ്റിയതാ. 6 മാസക്കാലം ഫുൾ ബെഡ് റെസ്റ്റ് ആയിരുന്നു. അപ്പോഴാണ് ഈ ഇന്റർനെറ്റ് വഴി കമ്പ്യൂട്ടർ അങ്ങനെ ബിൽഡിങ്ങിന്റെ ഡീറ്റെയിൽസ് അറിയുന്നതും വാങ്ങിക്കുന്നതും പറ്റും. ഇപ്പൊ ഫിസിക്കലി ആം ഓക്കെ, ബട്ട് ചെറിയൊരു മിസ്റ്റേക്ക് ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഈ ആയുർവേദ ട്രീറ്റ്മെന്റ് നോക്കാനാണ് 2 മാസത്തെ ഈ വരവ്. ചികിത്സയുടെ കാര്യങ്ങളൊക്കെ ആയുർ മഠത്തിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. വെരി ഗുഡ്. അല്ല, അപ്പൊ പിന്നെ കഴിക്കാൻ എന്തൊക്കെയാ വേണ്ടത്? എന്തൊക്കെ അറിയാം? ഇന്ത്യൻ ഭക്ഷണം എല്ലാം അറിയാം. ചൈനീസും അത്യാവശ്യമൊക്കെ വശമാണ്. ഗുഡ്, കീപ് ഇറ്റ് അപ്പ്. പക്ഷേ അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊന്നും വേണ്ട. നമുക്കിവിടെ നല്ല നാടൻ കുത്തിരിയുടെ കഞ്ഞിയും ഈ തേങ്ങാ ചമ്മന്തിയും മുളക് ചുട്ടരച്ചതും പിന്നെ കടുമാങ്ങാച്ചാറും അങ്ങനെയൊക്കെ മതി. അതിന്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയല്ലേ? അതെ അതെ അതെ. ബാത്റൂം എവിടെയാ? അവിടെ. അങ്ങേര് വന്നാ പിന്നെ രാഘവേട്ടന് കുശാല. കോഴി, സ്കോച്ച്, പന്നി എനിക്ക് വച്ചിട്ട ഒക്കെ ഉണ്ടാവൂടോ. എന്താ മിസ്റ്റർ നായർ ആലോചിക്കണേ? ഒന്നുമില്ല. ബെഡ്റൂം എവിടെയാ? മേല. താങ്ക് യു. ഇതിപ്പോ കഞ്ഞിയുടെ വെള്ളം കുടിച്ച് അരപ്പട്ടിണിയാവും എന്റെ ഈശ്വര. ഇതെന്ത് മുതലാളിയാ? കഞ്ഞിയാത്ര. ഇതെന്താ രാഘവേട്ടന് പറ്റിയത്? രാഘവേട്ടൻ രാവിലെ വടിയും പിടിച്ചു കൊടുക്കുന്നു. അതേതാണ് ചെങ്ങായി? ബ്ലങ്കാവി താമസിക്കാമെന്ന പുതിയ മുതലാളിയാ. വ്യായാമം ചെയ്ത് ശരീരം നന്നാക്കാൻ വേണ്ടിട്ട് ഈ ഓട്ടം. അയാൾക്ക് പരിചയമില്ലാത്ത സ്ഥലമായതുകൊണ്ട് ഞാൻ കൂടെ ഓടിയെന്നേ ഉള്ളൂ. പിന്നെ വല്ല പട്ടിയോ നായോ കടിക്കാൻ വരുമല്ലോ എന്ന് വിചാരിച്ച ഈ വടി ഞാൻ കരുതിയത്. ഇപ്പൊ ഒക്കെ മനസ്സിലായില്ലേ? വിട്ടോ. എന്റെ അമ്മോ, ഈ പണ്ടാരക്കാലം ഇത്ര വേഗം അവിടെ എന്തിനാ രാഘവ വടിയെടുത്ത് അയാളുടെ പിന്നാലെ ഓടണേ? ഏതാ മനുഷ്യൻ? പുതിയ മുതലാളിയാ. അതെയോ? എപ്പോഴാ വന്നേ? അങ്ങോട്ട് വരാൻ പറ്റില്ല കേട്ടോ. എന്നാ ഇവിടെ നിൽക്കാണ്ട് വേഗം അങ്ങോട്ട് എത്തിക്കോ, അവിടെ പണിയുണ്ട്. അതൊക്കെ വന്നോളാം. എവിടേക്കാ കിതച്ചോണ്ട് ഓടണേ? കിതച്ചോണ്ട് ഓടിയതല്ല, പതിവില്ലാതെ ഓടിയപ്പോ കിതച്ചു പോയതാ. അതൊക്കെ പിന്നെ പറയാം, ഞാൻ പിന്നാലെ ചെല്ലട്ട്. അല്ലെങ്കിൽ മുതലാളി വഴി തെറ്റി വല്ല പൊട്ട കിണറ്റിലും ചെന്ന് ചാടും. നില്ലോ. എവിടേക്കാ? വിളിക്കിരിക്കാനാ? അകത്തിരുന്നൂടെ? കുടിയിൽ സൗകര്യല്ലേ? ഇതാ പലിശക്കാരൻ കുഞ്ഞുണ്ണിയുടെ ഗുണ്ടകളാണല്ലോ. ഭഗവാനെ, ഓടിച്ചിട്ട് പിടിച്ച് തല്ലിച്ചതയ്ക്കാൻ വരികയാണോ? പപ്പടപ്പരത്തന്നെ കൈ ഇവറ്റകള് തല്ലി ഒടിക്കോ? ഓട് തന്നെ. മുരുക, രക്ഷപ്പെട്ടു. ഈ പച്ചോന്ത് കുളത്തിന്റെ പക്കത്തെ നേരം പോക്ക് ഇപ്പൊ പൊന്തക്കാട്ടിലേക്ക് ആക്കിയോ? നിന്റെ ട്യൂഷൻ പഠിപ്പ് ഇതാണല്ലേ? വീട്ടിലേക്ക് വാ. നിന്റെ പുന്നാരെ +2ന്റെ കള്ളക്കളി ഞാൻ കണ്ടുപിടിച്ചടി വെള്ളാനെ.
ഏതൊരു പൈസക്കാരന്റെ തലയെടുത്ത് മടിയിൽ വെച്ചിട്ട് പൊന്തക്കാട്ടിൽ നിന്ന് ഹിന്ദി പഠിക്കണോ? വിറ്റാമിൻ കുറഞ്ഞ എന്റെ ഈ കണ്ണുകൊണ്ട് ഞാൻ കണ്ടടി. ദൈവത്തോർത്ത് എന്റെ കുട്ടിയെ പറ്റി വേണ്ടതൊന്നും പറയാതിരിക്കും മനുഷ്യ. ദൈവത്തോർത്ത് വേണ്ടത് പറയാതിരിക്കേ. മാന്യമായിട്ട് സംസാരിക്കടി. എന്നും നീ എന്നെ കണ്ണുപൊട്ടനാക്കരുത്. എന്താ കുട്ടി? എന്നെ അവിടെ വെച്ച് കണ്ട കാര്യം വേലായുധമാമ വീട്ടിൽ പറയരുത്. പറഞ്ഞ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. അപ്പൊ ഞാൻ പൊന്തക്കാട്ടി കണ്ടത് പൊന്തക്കട്ടി കാണാൻ നിങ്ങളുടെ അപ്പന്റെ മൊന്നയായിരിക്കും. ഇനി മേലെ എന്റെ കുട്ടിയെ പറ്റി വേണ്ടത്തെ പറഞ്ഞുണ്ടാക്കിയാലുണ്ടല്ലോ കട്ടിയാലും നോക്കത്തില്ല. കണ്ണു കടുപ്പില്ലാന്ന് നടക്കാൻ പൊന്തക്കാട്ടിക്കൂടെ നീ ആണ് തന്താര്. എന്താ പവർ. അതൊരു പാവ. എപ്പോഴും ഇങ്ങനെ ഒളിച്ചു കളിക്കാന്ന് കരുതണ്ട. നിന്റെ കാര്യമൊക്കെ എനിക്കറിയാം. ഏട്ടനും ഇല്ല ഇങ്ങനൊക്കെ. എനിക്കൊരു കുഴപ്പമില്ല. ചീത്തപ്പേരുണ്ടാക്കിയാലേ ഇതിനകത്ത് തന്നെ ഇരിക്കേണ്ടി വരും. ഹലോ. യെസ്, ഐ എം ഫൈൻ. ഞാൻ അന്ന് പറഞ്ഞ കാര്യം ഓക്കെ, എനിക്ക് അതിന്റെ ഡീറ്റെയിൽസ് അറിയണം. പ്ലീസ്. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മീ. പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ താല്പര്യമില്ല. ഞാൻ പറയുന്നത് കേൾക്കൂ ഐസക്. എനിക്കത് കേൾക്കണമെന്നില്ല. പ്ലീസ്. നോ. ഐസക്. ലുക്ക്, നമ്മൾ ഈ മാറ്റർ എന്നോ ക്ലോസ് ചെയ്യാണല്ലോ. ബട്ട് ഐസക്, ഞാൻ അതെ, നിനക്ക് നിന്റെ വഴി, എന്റെ വഴിയിൽ എന്നെ അങ്ങ് വിട്ടാൽ മതി. അത് ദാറ്റ്സ് ഓൾ. അയ്യോ, എന്താ ഇപ്പൊ കുട്ടി ഓർണേ? ജ്യൂസ്. ആ, ഏതാണ് ആ കുട്ടി? ആ, അത് അമ്മണിയടത്തിയുടെ കൂടെ വന്നതാ. കൊള്ളാം. ആളൊരു കുസൃതിയാണെന്ന് തോന്നുന്നു. വല്ല വികൃതരം കാട്ടിയ മുതലാളി? ഇല്ല. അല്ല, ഇന്നത്തെ കുട്ടികളെന്ന് പറഞ്ഞാൽ മഹാവികൃതികളാ, വിളഞ്ഞ വിത്തുകളാ സകലതും. ഉം. അമ്മണിയമ്മേ, ആ, ഏതാ കുട്ടി? എന്റെ മോളുടെ കുട്ടിയാ. ഉം. ഏയ്. ഉം. നീ എന്ത് പണിയായി കാണിച്ചു കുട്ടിയെ? കുട്ടി ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നേ? +2 പരീക്ഷ എഴുതിയിട്ടിരിക്കുക സാറേ. പാട്ട് കേൾക്കാൻ ഇഷ്ടമാണെന്ന് തോന്നുന്നു. പഠിച്ചിട്ടുണ്ടോ? ഡാൻസ് ഒക്കെ അറിയാം. പിന്നെ പുസ്തകമൊക്കെ വായിച്ചു പഠിക്കാൻ ഇവള് മിടിക്കുക സാറേ. സ്കൂളിൽ നിന്ന് സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ട്. ആ, പാട്ടും ഡാൻസും അല്പം കുസൃതിയൊക്കെ ഉള്ള കുട്ടികളെ എനിക്ക് വലിയ ഇഷ്ടമാണ്. പാട്ട് കേൾക്കാൻ അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ കുട്ടി ഇത് വെച്ചോളൂ. വാങ്ങിച്ചോളൂ. പാട്ട് മാത്രം കേട്ടാൽ പറ്റില്ല, നന്നായി പഠിക്കുകയും ചെയ്യണം, മിടുക്കിയാവണം.